സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫിജിഷ്ക ERPയിൽ ഒരു ഡെലിവറി നോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസിൽ സെയിൽസിൽ പോവുക. ഇവിടെ നമുക്ക് ഡെലിവറി നോട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതിൽ നമുക്ക് റെഫറൻസ് നമ്പർ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം കസ്റ്റമർ ടൈപ്പ് രജിസ്റ്റേർഡ് ആണോ ന്യൂ കസ്റ്റമർ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ കസ്റ്റമറിൻ്റെ നെയിം ഒന്ന് സെർച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇൻകേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം PO നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ നമുക്കിവിടെ കാണാം, ഇവിടെ വിത്തൗട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നില്ലെങ്കിൽ വിത്ത് സ്റ്റോക്ക് ഉണ്ടാവും അല്ലെങ്കിൽ വിത്തൗട്ട് സ്റ്റോക്ക് ഉണ്ടാവും. വിത്ത് സ്റ്റോക്ക് അല്ലെങ്കിൽ വിത്തൗട്ട് സ്റ്റോക്ക് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ വിത്ത് സ്റ്റോക്ക് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഡെലിവറി നോട്ട് അടിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് അത് ഡിഡക്റ്റ് ആവും. വിത്തൗട്ട് സ്റ്റോക്കാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇത് സ്റ്റോക്കിൽ അഫക്റ്റ് ചെയ്യില്ല. നമ്മൾ കസ്റ്റമറിൻ്റെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം സെയിൽസ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സെർച്ച് ഐറ്റംസിൽ പോയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ബാർകോഡ് വെച്ചിട്ട് സെർച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഐറ്റം നെയിം നമുക്ക് മാനുവലായിട്ട് ഒന്ന് എൻട്രി ചെയ്ത് കൊടുക്കാം. ഞാൻ വാട്ടർ എന്നുള്ളൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അതിന് ക്വാണ്ടിറ്റിയും കൊടുത്തു. അതിനുശേഷം ഐറ്റം ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം ആഡ് ആൻഡ് ക്ലോസ് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എനിക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. അതിനുശേഷം ഒന്ന് നെക്സ്റ്റ് കൊടുക്കുക, ഇവിടെ പ്രൊസീഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ആക്സെപ്റ്റ് ആൻഡ് സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡെലിവറി നോട്ടിൻ്റെ പ്രിവ്യൂ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിൽ നമുക്ക് നമ്മുടെ ഹെഡ്റൂം ഫോട്ടോയും ഡിസൈൻ ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹെഡ്റൂം ഫോട്ടോ കൂടി നമുക്കിതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് ലിസ്റ്റ് ഡെലിവറി നോട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ട് വെച്ചിട്ടുള്ള എല്ലാ ഡെലിവറി നോട്ടും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അത് സ്റ്റോക്ക് എങ്ങനെയാണ്, വിത്ത് സ്റ്റോക്ക് ആണോ വിത്തൗട്ട് സ്റ്റോക്ക് ആണോ എന്നുള്ളതിൻ്റെ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു വിത്ത് സ്റ്റോക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ വിത്ത് സ്റ്റോക്ക് അല്ലെങ്കിൽ വിത്തൗട്ട് സ്റ്റോക്ക് ഇതിലാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് സെറ്റിങ്സിൽ മാറ്റാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമുക്ക് സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ടു സെയിൽസ് എന്നുള്ള ഓപ്ഷനും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡെലിവറി നോട്ടിൻ്റെ കേസിൽ വരുന്നത്.